ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ ഉത്തരാഖണ്ഡ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചു. ജയ് ശ്രീറാം മുഴക്കിയാണ് BJP അംഗങ്ങൾ ബില്ലിനെ സ്വാഗതം ചെയ്തത്. ഏറെക്കാലത്ത് കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്നും നടപടികളോട് പ്രതിപക്ഷം സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡിന് പിന്നാലെ രാജസ്ഥാനിലും ഏകീകൃത സിവിൽ കോഡിന് കരട് കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് കനയ്യലാൽ ചൌധരി വ്യക്തമാക്കി. രാവിലെ 11-ന് UCC ബില്ലുമായി നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ ജയ് ശ്രീറാം മന്ത്രം വിളിച്ചാണ് BJP MLA-മാർ സ്വാഗതം ചെയ്തത്. അഭിമാന നിമിഷമാണ് കടന്നു പോകുന്നതെന്നായിരുന്നു ധാമിയുടെ പ്രതികരണം. आज प्रतीक्षा समाप्त हो रही है और आज देवभूमि से समान नागरिक संहिता लागू होने की दिशा में हम आज सदन में इसको प्रस्तुत कर रहे हैं. ബഹുഭാര്യത്വം, ശൈശവ വിവാഹം എന്നിവയെ കർശനമായി നിരോധിക്കുന്ന വ്യവസ്ഥകളടങ്ങുന്ന ബില്ലാണ് ഇന്ന് നിയമസഭയിൽ വെച്ചത്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ വേണം. പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഇത്തരം ബന്ധങ്ങൾക്ക് രക്ഷകർത്താക്കളുടെ സാക്ഷ്യപത്രം നിർബന്ധമാക്കുന്ന വ്യവസ്ഥകളും അടങ്ങുന്നതാണ് ഉത്തരാഖണ്ഡിലെ UCC. സംസ്ഥാനത്ത് UCC വേഗത്തിൽ നടപ്പാക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തി. राज्य सरकार और मुख्यमंत्री इसको पारित करवाने के लिए बहुत ही उत्सुक हैं और नियम, परंपराएं, संसदीय विधि विधान किसी का भी पालन नहीं किया जा रहा है. അതേസമയം രാജസ്ഥാനിലും ഉടൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിൽവാർ അറിയിച്ചു. BJP ഭരിക്കുന്ന ഗുജറാത്ത്, അസോം എന്നീ സംസ്ഥാനങ്ങൾ UCC കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ജനം, ഡൽഹി.